ഹായ് ഹലോ വെൽക്കം ടു ഡിവൈൻ DIY. സ്നേക്ക് ലാഡർ കളിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവത്തില്ല അല്ലേ? ഈ ഒരു സ്നേക്ക് ലാഡർ വെച്ചിട്ട് നമുക്ക് നമ്മുടെ സെൽഫ് കെയർ ആക്ടിവിറ്റീസ് ചെയ്യാൻ സാധിച്ചാൽ അടിപൊളിയായിരിക്കത്തില്ലേ? അപ്പോൾ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നമുക്കിനി വഴിയെ പറയാം. അപ്പോൾ ഈ ഒരു സെൽഫ് കെയർ സ്നേക്ക് ലാഡർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഇതുപോലൊരു കാർഡ്ബോർഡ് പേപ്പറാണ്. ഇത് നമുക്ക് ഒരു വൈറ്റ് പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കണം. പിന്നെ വേണ്ടത് നമുക്ക് ഒരു പേപ്പറിൽ 100 കോളം വരച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. എല്ലാവർക്കും അറിയാം, നമ്മൾ സ്നേക്ക് ലാഡർ വിളിക്കുമ്പോൾ 100 കോളം അതിലകത്ത് വരയ്ക്കൂലേ, അത് അങ്ങനെ അതുപോലെ വരച്ചു കൊടുക്കുക. പിന്നെ അതിനകത്ത് നമുക്ക് കുറേ ലാഡറും അതുപോലെ സ്നേക്കിനെയൊക്കെ വരച്ചു കൊടുക്കണം. ഇതെല്ലാം വരച്ചു കൊടുക്കണം. പിന്നെ നമുക്കറിയാം, ഈ 100 കോളംസിൽ നമ്മൾ 1, 2, 3 എന്നും പറഞ്ഞ് 100 വരെ നമ്മൾ എഴുതി കൊടുക്കാറുണ്ട്. ഇതിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ 100 നമ്പേഴ്സ് എഴുതുമ്പോൾ ഇതിലെ ചില കോളംസിൽ നമ്പറിന് പകരം നമ്മൾ ചില സെൽഫ് കെയർ ആക്ടിവിറ്റീസ് ആണ് എഴുതുന്നത്. ലൈക്ക് മെഡിറ്റേറ്റ് 5 minutes, അല്ലെങ്കിൽ ടേക്ക് എ ഡീപ് ബ്രീത്ത്, ലിസൺ എ സോങ്. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഏതൊരു ആക്ടിവിറ്റി നമുക്ക് ഇതിനകത്ത് എഴുതി കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ വളരെ മൂടിയായിട്ടിരിക്കുവാണ്, ഒന്നിനും ഒരു ഉന്മേഷമില്ലാതൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇതൊരു ഗെയിമാണ്. വളരെ ഫൺ ആക്ടിവിറ്റി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഇൻട്രസ്റ്റ് കാണും ചെയ്യാനായിട്ട്. അപ്പം നമ്മളിത് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ഡൈസ് ഇടും. അപ്പം നമുക്ക് കിട്ടുന്ന നമ്പർ അനുസരിച്ച് നമ്മൾ ആ ടോക്കൺ മൂവ് ചെയ്ത് അങ്ങനെയാണല്ലോ ഇത് കളിക്കുന്നത്. അപ്പം ഇങ്ങനെ കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഓരോ ആക്ടിവിറ്റീസ് കിട്ടും. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ആക്ടിവിറ്റി നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് റിലാക്സ് ആവും. അങ്ങനെ നമ്മൾ ഈ കുറേ ആക്ടിവിറ്റീസ് ചെയ്ത് ഏറ്റവും ലാസ്റ്റ് ഫൈനൽ 100 ആ ഒരു 100ാമത്തെ കോളത്തിൽ എത്തിക്കഴിയുമ്പോൾ നമ്മൾ വിന്നർ ആവുകയാണ് ചെയ്യുന്നത്. അവിടെ നമ്മൾ എഴുതി കൊടുത്തിരിക്കുന്ന ആക്ടിവിറ്റി എന്താണെന്ന് വെച്ചാൽ റിവാർഡ് യുവർ സെൽഫ് എന്നാണ്. അതായത് ഇത്രയും ആക്ടിവിറ്റീസ് ചെയ്ത് നമ്മൾ വിജയിച്ചു വന്നിരിക്കുകയാണ്, നമ്മൾ വിന്നർ ആയിക്കാണ്. അപ്പം നമുക്ക് തന്നെ നമ്മളൊരു റിവാർഡ് കൊടുക്കുക. അപ്പം നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം, അതൊരു നമുക്ക് തന്നെ ഗിഫ്റ്റ് ചെയ്യുന്നതൊക്കെ പറഞ്ഞാൽ അതൊരു ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിരിക്കും അല്ലേ? അങ്ങനെ അറിയാലോ, സെൽഫ് ലവ്, നമ്മുടെ സെൽഫ് ലവ് നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് പറ്റി. അതിൻ്റെ ഈ സെൽഫ് ലവിൻ്റെ പ്രാധാന്യത്തെ പറ്റി ഒന്നും ഇനി ഞാൻ പറയുന്നത് ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. അപ്പം ഇങ്ങനെ ഗെയിം കളിച്ചാൽ നമുക്ക് നമ്മുടെ സെൽഫ് ലവ് കൂട്ടാനും നമ്മുടെ സെൽഫ് കെയർ ആക്ടിവിറ്റീസ് നമുക്ക് നമ്മുടെ മൈൻഡ് റിലാക്സ് ചെയ്യാനും നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാനൊക്കെ ആയിട്ട് പറ്റുന്ന ഒരു അടിപൊളി ഗെയിമാണിത്. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ഒന്ന് ഡൈസ് ഒന്ന് മൂവ് ചെയ്യണം. അപ്പോൾ എനിക്ക് ഫസ്റ്റ് കിട്ടിയത് 4 ആണ്. അപ്പം ഞാൻ എന്താ 4 കോളംസ് ഇങ്ങനെ വെച്ചു. ഇനി അടുത്തത് എനിക്ക് കിട്ടിയത് 3 ആണ്, 3 വെച്ചു. അടുത്ത് വീണ്ടും എനിക്ക് കിട്ടിയിരിക്കുന്നത് 3 ആയിരുന്നു. അപ്പോൾ ഇതാ എനിക്കിവിടെ കിട്ടിയേക്കുന്ന ആ ഒരു ആക്ടിവിറ്റി എന്താണെന്ന് വെച്ചാൽ ഹഗ് യുവർ സെൽഫ് എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കിട്ടുന്ന ആക്ടിവിറ്റീസ് ചെയ്യുക, വിന്നർ ആവുക, നിങ്ങൾക്ക് റിവാർഡ് ചെയ്യുക, നിങ്ങളുടെ ഒരു സെൽഫ് ലവ് കൂട്ടുക, നിങ്ങളെ ഹാപ്പി ആവുക. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.